ഹനീഫിക, അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എന്താണ് മോട്ടിവേഷന്റെ പ്രസക്തി എന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. ഒരു 2017 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. 2017-18 കാലഘട്ടത്തിൽ ബിസിനസ്സിൽ കുറച്ചൊരു ലോസ് ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ. ലോസ് ഫേസ് ചെയ്ത് തീർച്ചയായിട്ടും എൻ്റെ പര്യാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ ചില മെച്ചുവേർഡ് അല്ലാത്ത ചിന്താഗതികൾ കൊണ്ടാവണം, അല്ലെങ്കിൽ മാടപ്രാവിൻ്റെ ചില ക്വാളിറ്റീസൊക്കെ അവിടെ വന്നുകൊണ്ടാവണം, ചില തീരുമാനങ്ങൾ എനിക്ക് നേരെ തിരിച്ചടിച്ചു. ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. അപ്പം ഞാൻ ആലോചിച്ചു, എന്തിന് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് കൊണ്ടു നടക്കണം? മറ്റുള്ളവർക്ക്, നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ള ഒരു സംഭവമാണോ ഞാൻ? ആർക്കും എന്നെ ഒരു വില കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ക്ലയൻ്റായ MDCB, മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഞങ്ങളുടെ പോയിന്റ് ഓഫ് കോൺടാക്ട് രാജ്കുമാർ സാർ ഒരു ദിവസം എന്നെ വിളിക്കുന്നു. ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത്, ഞാൻ പേരെടുത്ത് പറയുകയാണ്. അപ്പോൾ രാജ്കുമാർ സാർ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ സാറിനോട് എൻ്റെ സങ്കടം ഷെയർ ചെയ്തു. സാറേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ എന്തിനാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്? ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവർക്കൊക്കെ ഞാൻ നല്ല സർവീസ് കൊടുക്കുന്നത്. പക്ഷേ തിരിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ നിർത്തിപ്പോയതെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. സാറ് പറഞ്ഞാൽ എന്താ അറിയോ, രാജ്, നീ എത്ര വലിയ കാര്യമാണ് ചെയ്യുന്നത്. 10-35 പേർക്ക് നീ അവിടെ ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുവട്ടമുള്ള എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്? നീ ചെയ്യുന്നത് വലിയ കാര്യമാണ്. അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഞാനിരിക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പലർക്കും അത് കാണാൻ കഴിയുന്നുണ്ട്. നീ പിന്തിരിയരുത്. നിന്നെ പോലെയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ, അവരാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്, ഓണ്ടർപ്രനേഴ്സ്. അതെ, ആ പറഞ്ഞത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അതെ, ഇതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചിരുന്നു എന്തിന് മോട്ടിവേഷൻ എന്ന് ചോദിച്ചു. എന്നെ തളർന്നു കടന്ന ഞാൻ ഉയർത്തെഴുന്നേൽക്കാണ് അവിടെ ചെയ്തത്. ഒരു വാക്ക്, ഇത് മനുഷ്യ നമ്മള് ചിലപ്പോൾ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടാം. അതെ, നമുക്ക് ഇതുപോലുള്ള മോട്ടിവേഷൻസ് ഫ്രണ്ട്സിൽ നിന്ന് കിട്ടാം, അധ്യാപകരിൽ നിന്ന് കിട്ടാം, ചിലപ്പോൾ ഒരു കോള് കിട്ടും. അവനൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ വിളിക്കുമ്പോഴേക്കാണ് അവന് കിട്ടുന്നത്. ഹനീഫിക, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു ബോർഡില് ഒരു കറുത്ത കുത്തിട്ട് കഴിഞ്ഞാല് വെളുത്ത ഭാഗം കാണുന്ന ആളുകൾ. ഈ ബോർഡിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും കറുത്ത കുത്തേന്ന്. വളരെ കുറച്ച് ആളുകളാണ് ഈ വെളുത്ത ഭാഗങ്ങൾ കാണുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ഒരുപാട് വെളുത്ത ഭാഗം ഉണ്ട് അവിടെ. നിങ്ങൾ അങ്ങോട്ട് നോക്കുക. ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നുണ്ട്, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഭവിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ സക്സസ്. വെളുത്ത ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇന്ന് വളരെ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഹാങ്ങിങ് ഗാർഡൻ, ഷാർജയിലെ. ഇത് പ്ലേസിന്റെ പേരെന്താണ്? ഷാർജയിലെ കൽബ എന്നുള്ള പ്ലേസ് ആണ്. ചുറ്റുപുറം മലകളാണ്. ഇവിടെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഏരിയ ഇത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കിയ ആരൊക്കെയാണ്? വിഷണറീസ് ആണ്. അവരുടെ ഗ്രേറ്റ് വിഷൻ ആണ് ഇവിടെ ഒന്നുമില്ലാതെ കടന്ന ഈ ഒരു സ്ഥലം എത്ര ആളുകൾ ഇവിടെ കാണാൻ വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കേട്ടോ, കരിമ്പാറയാണല്ലോ ചുറ്റുപുറം. നമ്മൾ അവിടുന്ന് വരുന്ന വഴി ഇങ്ങനെ ശ്രദ്ധിച്ചോ? ഈ ഫസ്റ്റ് ഇങ്ങനെ കയറിയ ഉടനെ രണ്ട് ഭാഗത്ത് പെട്ടെന്ന് എനിക്കൊരു കേരളത്തിലേക്ക് കയറിയ കേരളത്തിന്റെ പച്ചപ്പാണ്. അതെ, അത് മലകൾക്കും കൂടെ കരിമാറകൾക്കും പോയി വരെ പച്ചപ്പാണ്. ഇപ്പോഴത്തെ പുതിയത് വെട്ടി, കാരണം മഴ ക്ലൗഡ് സീഡ് നടത്തിയിട്ടാണ് ഇവിടെ മഴ പെയ്യിപ്പിച്ചിട്ടുള്ളത്. എന്തുദ്ദേശം കൊണ്ടാകുന്നത്, എന്താണ് വെക്കുന്നത് നമ്മൾ വിചാരിക്കും. അവർ ശരിക്കും നമ്മൾ ക്ലൗഡ് സീഡ് നടത്തി ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നേ അറിയുന്നുള്ളൂ. എന്താണ് ഒരു 2-3 വർഷം കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ സീഡിങ് നടത്താൽ തന്നെ ഇവിടെ മഴ പെയ്യുന്ന രീതിയിൽ ഇവിടേക്ക് പച്ചപ്പ് കൊണ്ടുവരും. ഒരു മുൻകൂട്ടി പ്ലാൻ. ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ആളുകൾ, വലിയ വിഷണറീസ് തന്നെയാണ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുള്ളൂ. നമ്മൾ വലിയ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അതിന് ചെറിയ കാര്യത്തെ കുറ്റം പറയണം. നമ്മളുടെ സമയം എന്ന് പറയുന്നത് ഈ വിഷണറീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നോക്കാതെ ആ നേരത്തെ പറഞ്ഞ കറുത്ത കുത്തുകളെ കണ്ടുപിടിച്ച് അതിനെ വിമർശിക്കാൻ നമ്മൾ സമയം, വളരെ എളുപ്പമുള്ള കാര്യമാണത്. വിമർശിക്കുക, ഒരു ഒന്നും അറിയാതെ വിമർശിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ സമയം നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇനി അവർ നെഗറ്റീവ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെടുത്ത് അത് അഡോപ്റ്റ് ചെയ്ത് വലിയ വലിയ ഉയരങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ ഉയരത്തിലോട്ട് എത്തുവാനും, നമ്മളെത്തുമ്പോഴാണ് മറ്റുള്ളവരെയും നമ്മൾ അങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെയും കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി നമ്മൾ ഓരോരുത്തരും, ഓരോ ഓണ്ടർപ്രനറും അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. എല്ലാ കസ്റ്റമേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, നമുക്കിതിന് ഹോണസ്റ്റ് ഫീഡ്ബാക്ക് തരാൻ ഒരുപാട് വിമർശനങ്ങളുണ്ടാവും. നമ്മളതിൻ്റെ വെളുത്ത പാർട്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. സോ വിമർശനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഹോണസ്റ്റ് ആവുക, കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. വളരെ നല്ല കാര്യം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അനുഭവ സമ്പത്തും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ഇത്തരത്തിലൊരു വേദി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. യെസ്, ഏറ്റവും നല്ല കാര്യമാണ്. അതേപോലെ നമ്മൾ ഈ ഒരു സ്മൈൽ ടാക്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മൈൻഡ് സെറ്റുള്ള ആളുകളെ മുഴുവൻ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അതെ, കൂടെ കൂട്ടുക. അതിന് വേണ്ടിയിട്ട് സമയം ഞങ്ങൾ ചിലവഴിക്കാൻ, ഇനിയും ഒരുപാട് സമയം ചിലവഴിക്കാൻ റെഡിയാണ്.
കാരണം ഈ ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു പുരോഗമനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ഈ ബിസിനസ്സുകാർക്ക്, വേറെ ആർക്ക്? കാരണം അവരാണ് ആളുകൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു താങ്ങാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും, ഇത് മനസ്സറിയുന്ന എല്ലാവരും ഇതിനോട് സഹകരിക്കുകയും ഇതിൻ്റെ പാർട്ടാവാൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ അതിന് താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ലിങ്കിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നമ്മളോട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും നൽകുക. അങ്ങനെ ഈ കൂട്ടായ്മ വീണ്ടും മുന്നോട്ട് പോകാൻ നിങ്ങളാൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൈകോർത്ത് പിടിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, താങ്ക് യു.